ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, കുറച്ച് ദിവസമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കുഞ്ഞാനുണ്ണെ ഡിസ്ചാർജ് ചെയ്ത ആ ദിവസത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാനതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വീഡിയോ എടുത്തിങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ട ടൈമിൽ എനിക്ക് കുറച്ച് നെഗറ്റീവൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ലോങ് വീഡിയോ ഇങ്ങനെ വൈകിപ്പിച്ചത്. വേറെ ഒന്നുമല്ല, ഞാൻ ആംബുലൻസിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്ത ടൈമിൽ കുറേ ആൾക്കാർ ഇവിടെ ആംബുലൻസിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്ത് ഇവിടെ തൊലിക്കട്ടി സമ്മതിക്കണം, അവള് എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. സംഭവം ആരായാലും പറഞ്ഞു പോകും അങ്ങനെ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് അങ്ങനെയായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾ ഓനക്ക് BP ലോ ആയിട്ടല്ലേ കൊണ്ടുപോകണേ. അപ്പോൾ ഓനൊന്ന് ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഇതായിട്ട് തന്നെയാണ് അതിലിരുന്നിരുന്നത്. വലിയ പേടി കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ എടുത്ത്. ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് മാത്രം അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഉമ്മ കണ്ടിട്ടില്ല കേട്ടോ, ഉമ്മ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ ഇട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വേറെ ഒന്നുമല്ല, അത് വലിയൊരു നെഗറ്റീവ് കമൻറ്റ് ആണെന്നൊന്നും ഞാൻ പറയണില്ല. കുറേ ആൾക്കാർ പറഞ്ഞു എനിക്ക് സങ്കടമൊക്കെ ആയിട്ട് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തേന്നുള്ളത്. പക്ഷെ എന്നാലും ഞാനൊരു ഫാമിലി വ്ളോഗർ ആവുമ്പോൾ നമ്മുടെ കുക്കിംഗ് ചാനലാണ്, റെസിപ്പി മാത്രം ഇടുന്ന ചാനലാണ്. അതിൽ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റൽ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പറയാം. ഫാമിലി വ്ളോഗ് ആവുമ്പോൾ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാവരും ഞാൻ വീഡിയോയിൽ ഇടുന്നത് കൊണ്ട് അങ്ങനെ ഒരു വ്ളോഗ് എനിക്ക് എടുക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരാകുമ്പോൾ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് എടുക്കുക ഫോണാണ്. നമുക്ക് വീഡിയോ ഓൺ ആവും. അത് ആ ഒരു ടൈം പറഞ്ഞാൽ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ടൈമിൽ മാത്രമാണ് വീഡിയോസ് ഓൺ ആക്കിയത് കേട്ടോ, ക്യാമറ ഓൺ ആക്കിയത്. അല്ലാതെ ഫുൾ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ കമൻറ്റ് ഇട്ടുള്ള കുറ്റം പറയില്ല. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ കാരണം പറയാം. ഞാൻ കാണുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും പറയാം. അപ്പോൾ ഞങ്ങൾക്ക് കാണുന്ന പോലെയല്ലല്ലോ നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ കുറേ ആൾക്കാരെ കമൻറ്റ് കണ്ടു ഇതൊരു കണ്ടന്റ് ആക്കി, ഹോസ്പിറ്റലും ഒരു കണ്ടന്റ് ആക്കി എന്നുള്ളത്. എടോ, നമ്മൾ കണ്ടന്റ് തിരഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. എന്തടുത്ത വീഡിയോ ഇടും അത് തിരഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്കതൊരു കണ്ടന്റ് ആക്കാമായിരുന്നു എങ്കിൽ ഞാനത് അങ്ങനത്തെ ഉദ്ദേശം മാത്രമാണ് വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോയത് മുതൽക്ക് ആ ദിവസം മുതൽക്ക് വീഡിയോസ് ഇടായിരുന്നു. അപ്പം നല്ല രീതിക്ക് റീച്ച് കയറും. നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല, എനിക്കറിയാം ദാരിദ്ര്യം, സങ്കടം, സഹതാപം ഇങ്ങനത്തിനൊക്കെ നല്ല റീച്ച് കയറും എന്നുള്ളത്. ഇതറിയാത്ത പൊട്ടന്മാരൊന്നുമല്ല. കാരണം അങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതെന്താണെന്ന് അറിയാനും എന്ത് പറ്റിയെന്ന് അറിയാനും വീഡിയോസ് വാച്ച് ചെയ്യും, എന്താ നോക്കും. അത് സ്വാഭാവികമാണ്, അതൊക്കെ അറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓനെ വാർഡിക്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യൽ തുടങ്ങിയത്. കുറേ ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓനെ വാർഡിക്ക് മാറ്റി. എനിക്കൊരു കുഴപ്പമില്ല. ഓനോട് ചോദിച്ചിട്ട് ഓൻ പറഞ്ഞു എന്തിനാ അത്ര ദിവസം വീഡിയോസ് ഇടാതിരുന്നത്, ചാനൽ ഒരു ഇതിലിങ്ങനെ പോണതല്ലേ, വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടൽ തുടങ്ങിയത്. അതും ഓനെ ICUന്ന് മാറ്റി വാർഡിലാക്കി, ഒരു കുഴപ്പമില്ല, സുഖമായി എന്നുള്ളൊരു ഇതിലെത്തിയിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുവരെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്നോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവം ഞാൻ അറിയിച്ചിട്ടുണ്ടായില്ല. അത് വേറെ കാര്യം. അതുവഴി വീഡിയോ റീച്ചും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊന്നും പറയണില്ല. നമ്മൾ യൂട്യൂബിൽ ആരെന്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഇടുക. അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ ഇടൂല. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല, ഇടുമ്പോൾ നമുക്ക് റീച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് വ്യൂസ് കയറി എന്നൊരു സന്തോഷം നമുക്ക് ഉണ്ടാവും. ഓക്കെ എല്ലാം തോന്നി നമ്മൾ മാറ്റും. പക്ഷെ ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ മാറ്റാതിരുന്നത്. ഞങ്ങളും ആ ടൈമിൽ എഴുത്ത് കിട്ടിയത് പാലക്കാടാണ്. പെരിന്തൽമണ്ണക്ക് മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് ഡോക്ടേഴ്സ് എഴുത്ത് തന്ന് പെട്ടെന്ന് ആ എഴുത്ത് കാണിച്ച് തന്ന നോട്ടം കിട്ടും. അപ്പം അങ്ങനെ പോയതാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് BP ലോ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പാലക്കാട്ടേക്ക് വിട്ടത്. ഹാർട്ട് ബീറ്റ് ലോ ആണെന്നുള്ളത് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് BP ലോ ആയത് അവിടെ ചെന്ന് ഒന്ന് ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഡോക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ തിരിച്ച് പോരാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് തിരിച്ച് പോരാം എന്നുള്ളതിലാണ് നമ്മൾ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ പാലക്കാട് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ പെട്ടെന്നാണ് രാത്രി ICU ഇട്ടത്. പിന്നെ ഒരാഴ്ച കടത്തി. അങ്ങനെ നമ്മൾ വിചാരിക്കാത്തൊരു അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോലൂടെ നമുക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇട്ടോല് പറയാം എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താണെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, ദേഷ്യം ഇല്ല എന്ന് പറയാൻ കാരണം എനിക്കറിയാം ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. നമ്മളെ ടൈം കളയണം, എനർജി കളയണം, നമ്മളെ സമയം, ശബ്ദം ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മളെ നെറ്റും കളഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യണ വീഡിയോ ആണ്. അപ്പം നമുക്കിതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. ഇത്രയും ബുദ്ധിമുട്ട് ഈ വീഡിയോ ചെയ്യണ നമുക്കൊരു ഉപകാരമുണ്ട്, വീഡിയോ കാരണം ഒരു ഉപകാരമുണ്ട്. പക്ഷേ ഇതിങ്ങനെ വെറുതെ നെറ്റ് കളഞ്ഞ് കാണുന്ന ഈ കമൻറ്റ് ഇടുന്നവർക്ക് വലിയ ഉപകാരവും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ടും ഓല് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, അതിന് കമൻറ്റും കാര്യങ്ങളും ഇടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ളതാണ് നിങ്ങൾ പറയണത്, അതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ അതിനെപ്പറ്റി നമുക്ക് വിശദീകരിച്ച് തരേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് പറയണത്. കാരണം ഞാൻ അത്ര സീരിയസ് ആയിട്ടുള്ള ടൈമിലൊന്നും അല്ല വീഡിയോ എടുത്തിരിക്കണത്. എനിക്ക് പ്രശ്നമാണെന്ന് പറയുന്ന ടൈമിലത്തെ വീഡിയോസ് ഒന്നും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല.
നമുക്ക് പേടി വരുന്ന ടൈമിൽ കാഷ്വാലിറ്റിക്ക് പെട്ടെന്ന് മാറ്റിയതോ അല്ലെങ്കിൽ അവിടുന്ന് ഡോക്ടർമാർ നോക്കിയതോ അല്ലെങ്കിൽ വാർഡ്ക്ക് മാറ്റിയതോ അവിടെ ICU ഇടുന്നതോ കൊണ്ടുപോകണതോ അങ്ങനെ ഒരുപാട് വീഡിയോസ് എടുക്കാണ്ടായിരുന്നു. അതൊന്നുമില്ല, അവൻ ഓക്കെ ആയി എന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടതും. അങ്ങനെ ഓക്കെ ആവുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ വീഡിയോ ഓണാക്കുന്നത്. പിന്നെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ ഫസ്റ്റ് മുതൽ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് നല്ല രീതിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടോ. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ എന്താ വലിയ പറയണേ, എന്തിനാ പിന്നെ ഇങ്ങനെ പറയണേന്ന് തോന്നും. പിന്നെ ഞാൻ വിചാരിക്കും പറഞ്ഞോണ്ടേ, കാരണം അതൊരു രസമാണ്, പറയുന്നവർക്ക് അതൊരു രസമാണ്. പിന്നെ അതുപോലെ ഓല നെറ്റും കളഞ്ഞ് ഓല സമയം കളഞ്ഞ് നമ്മളെ വീഡിയോ ഇങ്ങനെ കണ്ട് ഇടങ്ങാറായി നല്ലത് മാത്രം പറയണത് അത് നടക്കണ കേസല്ല. ഓൾക്ക് നല്ലതും പറയണ്ടാവും ചീത്തയും പറയണ്ടാവും. ഞാൻ ഏകദേശം എന്നോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തിരുത്താൻ നോക്കലുണ്ട്. തിരുത്താൻ പറ്റാത്തതാണെങ്കിലും നമ്മൾ എതിർത്ത് പറയാതെ ഓക്കെ അതിൻ്റെയൊക്കെ പറ്റിപ്പോയി അങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും വിചാരിക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് മുതൽ എൻ്റെ വീഡിയോസിൽ നെഗറ്റീവ് ഇട്ടവർക്ക് മനസ്സിലാവും, നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഒരൊറ്റ മെസ്സേജ് പോലും ഒറ്റ കമൻറ്റ് പോലും ഡിലീറ്റ് ചെയ്യൂല. ആ കമൻറ്റിനെ ഒരു അത്രയും മോശമായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് ഫസ്റ്റ് വീഡിയോയിലെ കമൻറ്റ്, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ഞാൻ അതുപോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യൂല. അവിടെ കിടക്കട്ടെ, എന്തിനാ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എൻ്റെ കമൻ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യല്ല. ഓല അത്രയും ബുദ്ധിമുട്ട് നമ്മളെ വീഡിയോ കണ്ടതിൽ കമൻറ്റ് ചെയ്തതാ കാരണം. അപ്പം അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നല്ലത് മാത്രം പറയാനായിട്ട് പറ്റൂലല്ലോ, ചീത്തതും പറയട്ടെ, ഓല നമ്മളെ തെറ്റ് കാണുന്നതും പറയട്ടെ. അത് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യലുമില്ല. അതിന് ഓവർ റിയാക്ട് ചെയ്യല്ല, മറുപടി എനിക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് തോന്നുന്നു അത് ഞാൻ കൊടുക്കും. അത് നല്ല രീതിക്ക് നമുക്ക് മോശപ്പെടുത്തിക്കൊണ്ടാണ് കമൻറ്റ് വെച്ചെങ്കിൽ നല്ല രീതിക്ക് ഒരു മറുപടി കൊടുത്താൽ മതിയല്ലോ. അതിനിപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യലില്ല. നെഗറ്റീവിൻ്റെ കമൻറ്റ് ഇട്ടവർക്ക് മനസ്സിലാവും, ഞാൻ അങ്ങനെ അത് ഒഴിവാക്കി കളയലില്ല. നമുക്ക് പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട ആൾക്കാർ പറഞ്ഞതൊരു കാര്യമാണ്, അതിപ്പോൾ ഇനി ആരായാലും അങ്ങനെ ചിന്തിച്ച് പോകും. കാരണം ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളത്, നമ്മൾ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ കടത്തിയ ടൈമിൽ ഞങ്ങൾ തൊട്ട് ഓപ്പോസിറ്റ് കടന്നിരുന്നത് നമ്മളെ സബ്സ്ക്രൈബർ ആയിരുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന ഒരു ആളായിരുന്നു ഇപ്പുറത്ത് കടന്നിട്ടുണ്ടായിരുന്നു. അവളോട് കുട്ടീനായിട്ട് വന്നതായിരുന്നു. എന്നിട്ട് മുണ്ടും സംസാരിക്കും ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഓൾക്ക് കണ്ടോൽക്കറിയാം ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ അവനോട് എങ്ങനെയായിരുന്നു എന്നറിയാം, BP ലോ ആയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇതായിട്ടാണ് അവൻ കിടക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ നീച്ച് പോവുക മതി കേട്ടോ, നിർത്തിക്കോ ഇങ്ങനെയായിരുന്നു. കാരണം എനിക്ക് പനി വന്നാൽ തന്നെ അവരിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു കുട്ടികളെ മാതിരിയാണ്. അപ്പോൾ ഞങ്ങൾ അവരിതിൽ അങ്ങനെ കളിപ്പിച്ചായിരുന്നു. പിന്നെ BP ലോ ആയതല്ലേ, അത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളതൊക്കെ. പിന്നെ ടെസ്റ്റുകളുണ്ടായിരുന്നു മണ്ണാർക്കാട് നിന്ന്, അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് തല കറങ്ങാനായിട്ടാണ് അവൻ കടന്നത്. അപ്പോൾ ലേസ് യൂറിൻ കൊണ്ടിടാ, ഇന്നത് ടെസ്റ്റ് ചെയ്ത് നമുക്കാണ് തരുമോ വെച്ച് നീച്ച് പറഞ്ഞ് ഞാൻ പിന്നാലെ എടുക്കായിരുന്നു. അപ്പോൾ കണ്ടോൽക്കറിയാതെ എന്തായിരുന്നു ആ സമയത്തുള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മളൊന്ന് സ്ലോ ആയി, പതുക്കെയായും ഉണ്ടാതെയായി, ഒന്നിങ്ങനെ മൗനായി. പിന്നെ പാലക്കാട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല. കാരണം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു ലോകമല്ല. ഞാൻ പാലക്കാട് എത്തി ആ കുഞ്ഞാനൂന് ICUലിട്ട ആ ദിവസം ഞാൻ കരഞ്ഞിക്കണതിന് കണക്കില്ല, അത്രക്കും ഞാൻ കരഞ്ഞിക്കണു. കാരണം ഓരോരുത്തരെ കൊണ്ടണതും ഓരോരുത്തരുടെ സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അത്രയ്ക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് ICUവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ കരയുന്ന കണ്ടിട്ട് ഇന്നോട് ആൾക്കാർ എൻ്റെ ആരാണെന്ന് ചോദിക്കും. എൻ്റെ ആരുമല്ല അറിയുമ്പോൾ ആൾക്കാർ പോകും, വീണ്ടും വരും, ഓരോരുത്തർ വരും, എൻ്റെ ആരാണ് ചോദിച്ചു, എന്താ പറ്റിക്കണ ചോദിച്ചു, എൻ്റെ ആരുമല്ല ചേച്ചിയുടെ ആളാണ് എന്ന് പറയും ഞാൻ. അപ്പോൾ കണ്ടിക്കാൻ പറ്റൂല, നമുക്ക് അത്രയും സങ്കടം വരും. അങ്ങനെ കുഞ്ഞാനൂനെ ICUവിൽ കയറ്റി അതേ ടൈമിൽ അതേ പനിയായിട്ട് തന്നെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. 23 വയസ്സ് തന്നെയാണ്, അവൻ്റെ അതേ ഏജിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ഓൻ്റെ അമ്മയും അച്ഛനും പുറത്തുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ കരയാണ്, ഇങ്ങനെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചെന്നിട്ട് അമ്മൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറ്റൂല, നിങ്ങൾ പേടിയും പേടിച്ചിട്ടുണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവില്ല, പനിയല്ലേ, എന്തിനാ അങ്ങനെ കരയുന്നത്, കരയണ്ടാണ്ട് ഞാൻ കുറേ ആളിങ്ങനെ തോളിൽ തട്ടിയിട്ട് ഞാൻ അടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ആള് ഇല്ല മോളെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഇതും പറയാം ഞാനും പറയാം, അങ്ങനെ പറയാം. അതിൽ ആള് ഭയങ്കര വെയിറ്റാണ്, അങ്ങനെയൊക്കെ ഒരു വെയിറ്റാണ്. നമുക്ക് ആർക്കില്ലാതെ പ്രത്യേകത ആൾക്കാരുണ്ടാവില്ല, അങ്ങനത്തെ ഒരു വെയിറ്റാണ്. അത് കഴിച്ചിട്ട് വരുന്ന വെയിറ്റ് അല്ല, അല്ലാതെ ഓരോ ഹോർമോൺ പ്രശ്നം കൊണ്ട് വരുന്ന വെയിറ്റ് ആയിരിക്കും, അല്ലാതെ അത്രയും വെയിറ്റ് വരില്ല, അങ്ങനെ ഒരു വെയിറ്റൊക്കെയാണ്. അപ്പോൾ ആള് ശ്വാസം കിട്ടാനിട്ടാണ് കൊടുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പനി അധികമായി, ശ്വാസം കിട്ടാതെ ആയിട്ട്, ഇത് ടീച്ചറാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോയി, പനിയാണെന്ന് അറിഞ്ഞിട്ടും ഇത് സ്കൂളിൽ വിട്ട് വന്നപ്പോഴത്തേക്കും ഇതിന് പനി അധികമായിട്ട് അങ്ങനെയൊക്കെയാണ്. ആളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ സമാധാനപ്പെടുത്തുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും.
ഞങ്ങളെല്ലാവരും ഐസിയുവിൻ്റെ മുന്നിൽ ഒരു സൈഡിൽ നിൽക്കണം. പക്ഷേ ഈ ചേച്ചി മാത്രം നിലത്തിരിക്കണു, കിടക്കണു, പെട്ടെന്ന് എണീക്കണു. പക്ഷെ ഞങ്ങൾക്കിതൊന്നും എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചീൻ്റെ അടുത്ത്, ചേച്ചിയല്ല വേറെ ആരോ മോനു അകത്ത് കയറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ കുട്ടി കുറച്ച് സീരിയസ് ആണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങനെ കരയണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടുത്തിരുന്ന് ഒപ്പം ഇരുന്ന് കൊടുത്തു. ആരുമില്ല കേട്ടോ. അതുപോലെ പ്രണയവിവാഹം ആയിരിക്കാം, കാരണം തൃശ്ശൂരിൽ നിന്നാണ്, ചേച്ചിയുടെ നാട് തൃശ്ശൂരാണ്, ആളെ നാട് പാലക്കാട് തന്നെയാണ്. പക്ഷേ രണ്ട് സൈഡിൽ നിന്നും ആരുമില്ല കേട്ടോ. ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും സീരിയസ് ആയിട്ടും ആരുമില്ല. അപ്പം ഞാൻ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അതിൽ എന്നോട് പറഞ്ഞു, ഇല്ല മോളെ വരാൻ കുറേ ടൈം എടുക്കും, തൃശ്ശൂരല്ലേ സാരല്ല പറഞ്ഞു. അപ്പോൾ ടൈം 1:30-2 മണിയൊക്കെ ഉണ്ടോ, 1 മണി ആ ടൈമൊക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ ഡോക്ടർമാരും നഴ്സുമാരും ഇങ്ങനെ ആ ആളെ കുട്ടിയുടെ 4 പുറങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, CPR കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ആ ടൈമിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചേച്ചിയുടെ മുന്നിൽ നിന്ന് നമുക്കിത് കാണുമ്പോഴൊന്നും പറയാനും ഒന്നും സംസാരിക്കാനോ പറ്റുന്നില്ല. മോനും അകത്ത് പോയി തിരിച്ച് വരുമ്പോൾ പറയും, അത് ഏകദേശം ഒരുമാതിരി ആയിക്കണു, അങ്ങനെ ഇങ്ങനെ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യാന്നുള്ളത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോന് വരിക. അപ്പോൾ ഒക്കെ സങ്കടം വരിക. പിന്നെ കുഞ്ഞാനും നല്ല അടിപൊളിയായിട്ട് ഓൻ വർത്താനം പറയണു, ഓനെ ഞങ്ങളോട് സംസാരിക്കണു, ഒരു കുഴപ്പമൊന്നുമില്ല, ഓനെ ഓക്കെ ആണ് കേട്ടോ. ആ ടൈമിലൊക്കെ അപ്പോൾ അകത്തേക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ട്, ഓർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും, ചെല്ലുമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നമുക്ക് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വാതിലിൻ്റെ ഇങ്ങനെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കുട്ടി അവിടെ കിടന്നിട്ട് ഇങ്ങനെ കാട്ടണം, ശ്വാസം കിട്ടാതെ ഇങ്ങനെ ഇതാക്കുകയാണ്. അതിന് ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്, ചേച്ചി തൊട്ട് താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോന്നു, കാരണം നമ്മളിത് കാണുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് വരെ ശ്വാസം കിട്ടാതെയാവും. അങ്ങനെ ഞാൻ കുറച്ചുകൂടി വിട്ടു നിന്നു. പിന്നെ ആരോ വന്നിട്ട് പറഞ്ഞു, അറിയിക്കണ്ടോലേക്ക് അറിയിച്ചോ എന്നുള്ളത്. ആ ചേച്ചീനോട് പറഞ്ഞിട്ടില്ല, ആ ഏട്ടനോട് അതിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ വന്ന് അതിൻ്റെ ആ ചേച്ചിയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യമൊന്നും ചെയ്യരുതേ, കുറച്ച് അധികമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഉറക്കനെ കരഞ്ഞു, എൻ്റെ കുട്ടി പറഞ്ഞിട്ട്. അപ്പം ഞാനും തുടത്തി കരച്ചില്ല. നമുക്കിത് കാണുമ്പോൾ കരച്ചിൽ വരുമല്ലോ. ഞാൻ പൊതുവേ സീരിയൽ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ സിനിമ കണ്ടാൽ തന്നെ കരയുന്ന ആളാണ്. ഞാൻ നല്ല കരച്ചിൽ അറിഞ്ഞിട്ടോ. പിന്നെ ഇത് അറിഞ്ഞിട്ടില്ല, അതൊന്നും ആയത് അറിഞ്ഞിട്ടില്ല. പിന്നെ കുട്ടി പോയി ഇല്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ ആ ചേച്ചി ഫുള്ള് അവിടെ തൊള്ളട്ടുങ്ങാണ്ട് ആർത്ത് പൊളിച്ച് ഫുള്ള് ഹോസ്പിറ്റലാകെ അലക്കുക. 2 മണി 3 മണി ആ ടൈമിലാണ് ഹോസ്പിറ്റൽ ഇങ്ങനെ പൊളിയും, അത്ര സൗണ്ടിലാണ് പറയണത്. അതായത് ഓരോ ദൈവത്തിനോടാണ് പറയണത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തേ, എനിക്ക് ഇനി എന്നെ വേണ്ട, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഒറ്റ മോനാട്ടോ. അപ്പോൾ ആ ടൈമിലൊക്കെ കുഞ്ഞാനും നല്ലോണം പേടിച്ചു. കുഞ്ഞാനും ഭയങ്കര പേടിയായി. ഉമ്മ ഐസിൻ്റെ ഉള്ളിൽ കയറി കുഞ്ഞാൻ്റെ അടുത്ത് നിന്നു, കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ എനിക്ക് പിന്നെ കുറച്ച് അധികമായിട്ട് തന്നെ കൊടുത്തിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആ ടൈമിലൊന്നും വീഡിയോ റീച്ച് നമ്മൾ കണ്ടന്റ് മാത്രം കരുതിക്കുകയാണെങ്കിൽ ആ ടൈമുകൾ അല്ലാത്ത ടൈമുകളൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം. ഒരുപാട് അവിടെ സംഭവങ്ങൾ വന്നു പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, നമ്മൾ ആ സിറ്റുവേഷൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ആ ചേച്ചി കടന്ന് കരയുന്ന കണ്ടിട്ട് ഞാൻ അതിൻ്റെ അടുത്തിരുന്നൊക്കെയായിരുന്നു. ഒരു മനുഷ്യനെ, എനിക്കത് ഭയങ്കര സങ്കടമായിട്ടോ. ചേച്ചി കടന്ന് കരയാ, ഒരു മനുഷ്യനെ, ഒരു ചേച്ചി അതിൻ്റെ ആരും തിരിഞ്ഞു നോക്കണില്ല. ഞാനും വേറെ ഒരു ചേച്ചി മാത്രം. അത് കുറച്ച് നേരം ആ ചേച്ചി നിന്നോളൂ, എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ആ ചേച്ചി വന്ന് നോക്കിയിട്ടോ. അടുത്ത് വന്ന് എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ചേച്ചിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നേരാക്കി കൊടുത്ത് വെള്ളം കൊടുക്കും. ഞാൻ വെള്ളമൊക്കെ കൊടുത്തു. അപ്പം അത് കാര്യം വെള്ളം ഞാൻ കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കരയാത്തൂല് വരെ അവിടെ നിന്ന് കരയും. എന്നിട്ട് ഞാൻ നിന്നിങ്ങനെ കരയുന്ന കണ്ടിട്ട് പുറത്ത് അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരൊക്കെ ചോദിക്കുക, ആരാണ്? നമ്മൾ എൻ്റെ ആരുമല്ല, ഇപ്പം ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് അറിയും. ശരിക്കും ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് വേറെ ഒന്നും വേണ്ടാന്ന് തോന്നും. പൈസ, വീട്, കാര്യങ്ങൾ ഒന്നും വേണ്ട, ഉള്ളതുപോലെ ജീവിച്ചെന്ന് തോന്നും. കാരണം ഓൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു മകനാണ് അപ്പോൾ പോയത്. 23 വയസ്സ് വരെ 23 വർഷം നോക്കിയിട്ട് ഒറ്റ മകനേ ഉള്ളൂ, വേറെ കുട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ ഇനി ആർക്കും എന്താ ജീവിക്കണം, ഇനി എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ഇതിങ്ങനെ കരയുക. ഞാൻ പിന്നെ ആളെ നമ്പർ ഞങ്ങളാണ് ഫുൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ട് ഞാനും മോനും ഫാമിലിനെ മൊത്തം കോൺടാക്ട് ചെയ്തു. എന്നിട്ട് വരാൻ പറഞ്ഞു. അതിനേക്കാട്ടിലും വലിയ സങ്കടം വരുന്ന കാര്യം, നമ്മൾ അയാളെ ഫോണ് വാങ്ങിയിട്ട്, ആ അച്ഛൻ്റെ ഫോണ് വാങ്ങിയിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഹലോ ഇങ്ങനെ സംഭവിച്ചിരിക്കണു, ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കണു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റൂല, ഞങ്ങൾ കുറച്ച് ദൂരെയാണ്, ഞങ്ങൾ കുഴപ്പമില്ല, ആണോ എന്ത് പറ്റി എങ്ങനെ ഒരാൾ ചോദിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് അവിടെ ഫാമിലി അല്ല അവിടെ ഓലൊപ്പം നിന്നത്. ഓല നാട്ടിലുള്ള കൗൺസിലർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അയൽവാസി,
ആ ഒരു ഏട്ടനും ഉണ്ടായിരുന്നു. ആ രണ്ടാൾക്കാരെയാണ് എനിക്ക് നല്ല രീതിക്ക് അവിടെ പിന്നെ ഇഷ്ടമായത് കേട്ടോ. ഓല് വന്നിട്ടാണ് ഇവരെ ഒന്ന് സെറ്റാക്കി വീട്ടിൽ കൊണ്ടുപോയി. ഒരു ഫാമിലിയിൽ പറ്റ ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫാമിലിയിലുള്ള രണ്ടാൾക്കാർ, അടുത്ത ആൾക്കാർ, തൊട്ടടുത്ത് പറഞ്ഞാൽ രക്തബന്ധമുള്ള ആൾക്കാർ വന്നിട്ട് കുറച്ച് വിട്ടിട്ടാണ് നിന്നത്. എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളത്. പക്ഷേ ഈ അയൽവാസിയും പിന്നെ ഈ കൗൺസിലറും ഓലൊപ്പം നിന്നും എല്ലാം ശരിയാക്കി ഓലെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ കുട്ടീനെ കുറച്ച് വൈകിട്ട് പോലെ ആദ്യം വീട്ടിൽ കൊണ്ടാക്കി കുട്ടീനെ കുറച്ച് വൈകിട്ട് പിന്നെയാണ് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയത്. ശരിക്കും അത് കഴിയണ വരെ ഞങ്ങൾ ഓലൊപ്പം ഉണ്ടായിരുന്നു. ഈ കുട്ടീനെ ആംബുലൻസ് കയറ്റി ഓലെ അവിടെ കൊണ്ടുപോണത് വരെ ഞാനും മോനും ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും ചോദിച്ചു നിങ്ങൾ ആരാണെന്ന്. അപ്പം നമ്മൾ കാട്ടുന്ന ആ ഒരു അടുപ്പം പോലും ഫാമിലിയിലുള്ള രക്തബന്ധമുള്ള രണ്ടാൾ കാട്ടിയില്ല. അത് ഭയങ്കര സങ്കടമായി. എന്താണ് പോലെ അത് ചെയ്യാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാമിലിയിലായാലും ഫ്രണ്ട്സിന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഒന്നായിരിക്കും. പക്ഷെ ഇത് മരണം നടന്നിട്ടും വിട്ടു നിൽക്കുക, അത് ഭയങ്കര സങ്കടമായി. എൻ്റെ ആംബുലൻസ് ഡ്രൈവറൊക്കെ പറഞ്ഞു ഇവരെന്താരാ വലുത് അങ്ങനെ എന്നൊക്കെ ഭയങ്കര സങ്കടമായ ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നടന്നു. നമുക്ക് കണ്ടന്റ് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണമെങ്കിലോ പല പല കാര്യങ്ങൾ അവിടെ നടക്കും. ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ആ വ്ളോഗിൽ അത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഞാൻ അവരെ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ നമ്പർ, ആളെ ഫോണ് ഞങ്ങളെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ നമ്പർ എടുത്തിട്ട് ആ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോണൊക്കെ അടിച്ചിട്ട് ആ നമ്പറൊക്കെ സേവ് ചെയ്ത് ശരിക്കും ഇതാക്കി വെച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കാണാൻ പോകണം എന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് പോലെ സങ്കടമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് കാണാൻ പോകണം, അങ്ങനെ സംസാരിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത്രയും ഒരു ഇതായിട്ട് നിൽക്കണ പോലെ നമ്മൾ ആ ഒരു സങ്കടം കൂടി നമ്മളെ മനസ്സിലേക്ക് വരില്ല. അപ്പം ആ ഒരു സങ്കടം അങ്ങനെ നമ്മളെ മനസ്സിലേക്ക് നമുക്ക് കാണുമ്പോഴും സങ്കടമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറേ കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യണം, എന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം. നമ്മളെ ഓർമ്മ ഉണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ മറക്കൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒപ്പം നിന്ന് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ശരിക്കും മനസ്സിലുള്ള പകയും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതെനിക്ക് അന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എത്രത്തോളം മനസ്സിൽ പോലെ ക്രൂരന്മാരാണെന്ന് എനിക്ക് തോന്നി. കാരണം മരണം നടന്നിട്ട് വരെ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കാട്ടണില്ല എന്നുണ്ടെങ്കിൽ പോലെ മനസ്സ് എത്രത്തോളം ഇതായിരിക്കും എന്നുള്ളത്. പാവ ആ രണ്ടാൾക്കാർ ശരിക്കും കുട്ടിയുടെ ഒപ്പം പോലും പോയ മാതിരിയായിരുന്നു. അത്രയ്ക്ക് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കണ ആ രണ്ടാൾക്കാരെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ പോലും ശരിക്കും ഒരാളില്ലാത്തൊരവസ്ഥ പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമാക്കിന്നെ. കാണുമ്പോൾ നമുക്കൊരു സിനിമ ഇരുന്ന് കാണുന്ന മാതിരി അത്രക്കും തരുന്നു. ചേച്ചി സങ്കടപ്പെട്ട് കരഞ്ഞിട്ടെങ്കിലും തീർക്കുന്നുണ്ട്. ചേട്ടൻ്റെ മനസ്സ് അതിൻ്റെ മുഖം ഇങ്ങനെ കാണണ്ടിരുന്നു. കരയണമില്ല, കരയും ചെയ്യുക. ഇവിടെ ഇരുന്നു അതിൻ്റെ വേദന. അതിങ്ങനെ ടെൻഷൻ അടിച്ച് കരയുമ്പോൾ ചേച്ചിനോട് ചേച്ചി കരയില്ലേ ചേട്ടന് സങ്കടമാവണമെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയും ചേട്ടന് എന്തെങ്കിലും വരും, ചേട്ടനെ ഒന്ന് സിസ്റ്ററോട് നോക്കാൻ പറ, ചേട്ടനെ ഒന്ന് നോക്കാൻ പറ, BP ലോ ആവുന്നുണ്ടോ, പ്രഷർ കൂടുന്നുണ്ടോ, പ്രഷർ കുറയുന്നുണ്ടോ, ചേച്ചി അതും പറഞ്ഞ് കരയാം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരാൾ ആശ്വസിപ്പിച്ചാനില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമുള്ള അവസ്ഥയാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കറിയാം കുഞ്ഞാനൂന് ഒരു പനി വന്ന ടൈമിൽ ഫാമിലിയിൽ A to Z ആൾക്കാർ ICUലാണെന്ന് അറിഞ്ഞിട്ടും എല്ലാവരും വന്ന് കണ്ടു. ഞങ്ങൾ പറയായിരുന്നു വരണ്ട കാണാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ എല്ലാവരും വന്നു. അത് നമുക്കൊരു ആശ്വാസം. നമുക്ക് എന്ത് വന്നാലും ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. നമ്മളെ ഫാമിലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഫാമിലി അങ്ങനെയുണ്ടോ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാനിത് കണ്ടതുകൊണ്ട് എടുത്ത് പറയാണ്. ഒരാൾക്ക് ഇനിയിപ്പോൾ ചെറിയൊരു പനിയാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വെറുതെ ഇരിക്കൂല. തമ്മിൽ ആരാണെങ്കിലും അവിടെ പോകും, കാണും, അവരെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കും. അങ്ങനെയാണ് ഞങ്ങളെ ഫാമിലി. അപ്പം ഞാൻ അങ്ങനെ കണ്ട ഒരു ഫാമിലിയിൽ നിന്ന് പോയിട്ട് എനിക്കിത് കാണേണ്ടി വന്നപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പോൾ എന്തായാലും കുഞ്ഞാൻ നിങ്ങൾക്ക് തന്നെ ഞാൻ കുറച്ച് വീഡിയോയിൽ കുറച്ച് ആൾക്കാരെ ഇട്ടിരുന്നു. അതൊന്നും അല്ല, ഇഷ്ടംപോലെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ICUയിൽ കടന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ രോഗിനെ കാണാൻ വന്നിരിക്കുന്നത് നമ്മളെ ഫാമിലിയിൽ നിന്നായിരിക്കും. കുഞ്ഞാനെ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടാവുക. അത്രയ്ക്ക് എല്ലാവരും വന്നിരിക്കണം. ഏകദേശം എല്ലാവരും വന്നിരുന്നു. പിന്നെ ഏകദേശം ഉള്ള ആൾക്കാരോട് ഞങ്ങൾ നിർബന്ധിച്ച് വരരുതേന്ന് പറഞ്ഞതാണ്. കാരണം ICUലാണ്, കാണാൻ പറ്റില്ല, വരണ്ടാന്ന്. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ട് വളർന്ന നമുക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇനി ഞാൻ വെറുതെ കഥ പറഞ്ഞ് വീഡിയോ ലെങ്ത്ത് കൂട്ടണില്ല. വീഡിയോ വെറുപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2x കാണാൻ സ്കിപ്പ് ചെയ്യരുത്. 2x കാണുന്നുണ്ടോ, സ്പീഡൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്കുണ്ടായ ജസ്റ്റ് ആ ഒരു സങ്കടാനുഭവം ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ആരാണെങ്കിലും ഇങ്ങനത്തെ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്നും കാട്ടാതിരിക്കുക. ആരാണെങ്കിലും എനിക്ക് നല്ല രീതിക്ക് ഫീൽ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറഞ്ഞത്.
അപ്പോൾ എന്തായാലും ഡിസ്ചാർജ് ചെയ്ത ദിവസത്തെ വീഡിയോ ആണിത്. വീഡിയോ കണ്ടോക്കിയും ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ച എഡിറ്റിംഗ് കഴിഞ്ഞ് വെച്ചതായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതാണ്. ഇൻഷാല്ല ഞാൻ ആ ചേട്ടനെയും ചേച്ചിനെയും എന്തെങ്കിലും ഒരു ദിവസം കാണാൻ പോവും. ആ ഓലെ ഇപ്പോഴത്തെ ആ സങ്കടവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് ഞാൻ കാണാൻ പോയി. ഇതുവരെ വിളിച്ചിട്ട് പോലും ഇല്ല. കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര സങ്കടമാണ് വേറെ ആളത് കേൾക്കുമ്പോൾ. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അവിടുത്തേന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇൻഷാല്ല കാണാനൊന്ന് പോകണം എന്ന് എൻ്റെ മനസ്സിലല്ല ആഗ്രഹം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും വെറുപ്പിക്കണില്ല കേട്ടോ. വീഡിയോ കണ്ടോളി. ഡിസ്ചാർജ് ചെയ്യണതിൻ്റെ തലേ ദിവസം ഞാനും മോനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ രാത്രി. അപ്പോൾ ഇതാ പ്രിയദർശനിയിലാണ് കയറിയത്. ഫസ്റ്റ് ഉദ്ഘാടന ദിവസമായിരുന്നു. ആ ദിവസം തന്നെ കയറാനും ഫ്രീ ആയിട്ട് പോകാനും പറ്റി. മോന് ടിക്കറ്റ് എടുക്കുന്ന ടൈമിലാണ് ആ ദിവസമാണെന്നുള്ള ഓർമ്മ തന്നെ കേട്ടോ. ഞങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. ഇന്ന് നേരെ വാടക്ക് കുഞ്ഞൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് മോനൊരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പകുതി ആയപ്പോഴത്തേക്കും മോല് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ ഓല അവിടെ എത്തുമ്പോഴത്തേനും നേരം വെളുക്കൂലേ. ചെന്ന പാടാൻ ഞാൻ കുറച്ച് റംബുട്ടാൻ എടുത്ത് അകത്താക്കിട്ടോ. റംബുട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നിത മോനുവിന് മാങ്ങയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് കഴിക്കാൻ. അപ്പോൾ അത് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് എല്ലാവരും കൂടി കഴിച്ചിട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ മോന് സ്ഥലം വിട്ടു. ഞാൻ നീച്ചിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ചുരുണ്ടോടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഡോക്ടർമാർ അവനെ നോക്കാൻ വേണ്ടി വന്നത്. പൾസും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അങ്ങനെ നോക്കി എല്ലാം ഓക്കെ ആണ് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന്. അല്ലാതെ ഫുൾ ഓക്കെ ആയിട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഓക്കെ ആവും, പനിയുടെ ഭാഗമായിട്ട് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഡിസ്ചാർജ് ആയി പോകുന്നതാണ്. പിന്നെ അതാ മുട്ടക്കറി വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. എനിക്ക് അപ്പോൾ മുട്ടക്കറിയും വേണമെന്ന് പറഞ്ഞു. അസുഖമാണെങ്കിലും കിട്ടിയത് കഴിക്കൂല കേട്ടോ. മുട്ടക്കറി കിട്ടുന്നത് എവിടെ വെച്ചെങ്കിൽ അവിടെ തന്നെ പോയി മുട്ടക്കറി വാങ്ങിയിട്ട് വാവുക പറഞ്ഞു. വിചാരിച്ചത് തന്നെ കിട്ടണം. ഒരു വർഷത്തെ കഠിനാധ്വാനം ആണ് അസൈൻമെൻറ്റും പ്രൊജക്റ്റും. അതേപോലെ ദാ കുറച്ച് ദിവസം കൊണ്ട് റെഡിയായി കിട്ടിക്കണു. ഞാനൊന്ന് നോക്ക്. ഹൈ, ഇപ്പോൾ ആൾ ഓക്കെയാണ്. അങ്ങനെ മുട്ടക്കറിയും അപ്പൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. ഒരു പുഴുങ്ങിയ മുട്ട എടുത്ത് ഞാൻ മാറ്റി വെച്ചു. അതിൻ്റെ പേരിലാണ് ആ മുഖം വാടിയിരിക്കുന്നത്. എൻ്റെ കോഴിമുട്ട എനിക്ക് തന്നെ ഉണ്ട്. അമ്മയാണെങ്കിൽ എന്നെ അങ്ങനെ കാട്ടൂല, ചെന്തിനെ അങ്ങനെ കാട്ടണേന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചു. നമുക്കും കഴിക്കണമല്ലോ, ഒന്ന് നോക്കാൻ നിൽക്കണമെങ്കിൽ നമുക്കൊരു ആരോഗ്യമൊക്കെ വേണ്ടേ. അപ്പോൾ അതാ ചുക്കുവെള്ളമൊക്കെ പെരയുന്ന ഞങ്ങളിങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ മാറി കൊണ്ടു കേട്ടോ. കാരണം നമുക്ക് അവിടുത്തെ വെള്ളം അത്ര അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ടാബ്ലറ്റൊക്കെ ചുക്കുവെള്ളത്തിലാണ് അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ അവൻ്റെ ചിരി ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ കുറച്ച് റംബുട്ടാൻ കഴിച്ചു. റംബുട്ടാൻ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു ഇത്. കാരണം ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണല്ലോ. കുറേ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം കഴിക്കാവുന്ന ടൈമിൽ അവിടെ ക്ലീനിങ്ങിനൊക്കെ വന്നിട്ട് പിന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. വെള്ളപ്പം തൊണ്ടയിൽ നിന്ന് ഇറങ്ങി ആമാശയത്തേക്ക് എത്തി പണി തുടങ്ങിയിട്ടുള്ളൂ. അപ്പത്തിന് എനിക്ക് ജ്യൂസും വേണം സ്നാക്സും വേണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ പോയി ഞാൻ അവിടെ തൊട്ടടുത്തുള്ളൊരു കടയ്ക്ക്. അവിടെ സ്പെഷ്യലായിട്ടുള്ള കടകളുണ്ട് കേട്ടോ. ജ്യൂസിനായിട്ടൊരു കട ഉണ്ട്, ചായ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന കട, അങ്ങനെ ഓരോ കടകൾ നമുക്കറിയാം. ജ്യൂസും സ്നാക്സും വാങ്ങി ഞാൻ അവിടുന്ന്. ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള മുക്കിലും മൂലയിലുള്ള ഓരോ കടകളിലും എന്തൊക്കെ ഐറ്റംസാണ് നല്ലതെന്നുള്ളത് ഇപ്പം കണ്ണടച്ച് പറയാൻ പറ്റിട്ടോ. കാരണം നമുക്ക് പോയി പരിചയമായി. മോനൂനും എനിക്കും തന്നെയായിരുന്നു പണി. ഏതൊക്കെ ഫുഡാണ് അടിപൊളി, ഏതൊക്കെ കടയത്തെ ചായയാണ് അടിപൊളി നോക്കുക. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ട് അവിടെ തൊട്ടടുത്തുള്ളൊരു കടയത്താണ്. വാട്ടർമെലൺ ജ്യൂസും പിന്നെ ഈ ഒരു പോക്കറ്റ് ഷവർമയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കട്ട്ലൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇസ്കാമെന്ന് വിചാരിച്ചു. കട്ട്ലൈറ്റ് എനിക്കും വാങ്ങി, പക്ഷെ അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഫുഡ് കഴിച്ച ടൈമിൽ നമുക്കൊന്നും വേണ്ടാന്ന് തോന്നൂല എന്തെങ്കിലും വാങ്ങാൻ പോയാൽ. പക്ഷേ കൊടുന്ന് തിന്നണ കാണുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇത് കേട്ടോ. അപ്പം ഇങ്ങനെ കെഞ്ചാണ് ഞാൻ, പക്ഷെ തരൂല. അങ്ങനെയൊന്നും തരുന്ന ടൈപ്പ് അല്ല കേട്ടോ കുഞ്ഞാനുവിൻ്റെ പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മോനും ആണെങ്കിലും അങ്ങനെയാണ്. എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ, എന്തിനാണ് ഇതെന്ന് നോക്കണത്, അനക്ക് വേണമെങ്കിൽ വാങ്ങിക്കൂടെ. പക്ഷെ ഞാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാങ്ങൂല. ഓലിയുമെന്നൊരു പൊട്ട് തിന്നാലോ എന്ന് വിചാരിക്കും. ഫുൾ എന്തിനാ വാങ്ങണേ, അല്ലെങ്കിൽ വേസ്റ്റ് ആവും, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ മോനും ആയാലും കുഞ്ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. അനക്ക് വേണമെങ്കിൽ അനക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കോ, പക്ഷെ ഞാൻ വാങ്ങണീന്ന് എടുക്കാൻ പറ്റൂല. അവൾക്ക് ഫുഡ് ഒന്നിച്ചോ ഒക്കെ വേണമെന്നുള്ളൊരു മൈൻഡുള്ള ആൾക്കാരാണ്. ജ്യൂസും തന്നില്ല കേട്ടോ. അനക്ക് വേണമെങ്കിൽ വാങ്ങിക്കൂടായില്ലേ, അല്ല അപ്പോൾ ഇക്കോ വാങ്ങിക്കോ, പോയി ഒരു ജ്യൂസ് വാങ്ങിയിട്ട് വാ, അങ്ങനെ പറയും. എപ്പോഴും തരാത്ത സ്വഭാവം നല്ല കേട്ടോ, തരും. ഓലിങ്ങനെ പറഞ്ഞിട്ടേ തരുള്ളൂ. അതായത് അനക്കും വാങ്ങിക്കൂടെ, വാങ്ങിക്കോ എന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങൂല. കടയിൽ പോകുമ്പോൾ തന്നെ പറയും ഇനി ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്ക് വാങ്ങിക്കോന്ന്. എനിക്ക് വേണ്ട അറിയും, പക്ഷെ തിന്നുന്ന സമയത്ത് എനിക്ക് വേണ്ടി വരും. അതാണ് എൻ്റെ സ്വഭാവം. രാവിലെ തന്നെ ഒന്ന് ഡിസ്ചാർജ് ഉണ്ടാവും എന്നുള്ള ചെറിയൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെൻഡ് ഓഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആൾ ഫുഡ് ഓരോന്ന് അവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുന്ന്. വീഡിയോയിൽ കാണിക്കാത്തത് തന്നെ ഉണ്ട്. ഞാൻ ഫോൺ കൊണ്ടുപോകാതെ പോയി വാങ്ങിയതും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നിട്ട് കഴിച്ചതും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സ്കൂൾക്ക് പറഞ്ഞയക്കാനും പറഞ്ഞ് ഫുള്ള് ബാഗൊക്കെ സെറ്റ് ചെയ്ത് മാളിക്കുന്നൊക്കെ പറഞ്ഞയച്ച ആളാണ് ഈ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ. രാവിലെ വിളിച്ചിട്ട് ഒറ്റ ചോദ്യം, അമ്മോ ഞാനും പോറ്റ ഉമ്മാൻ്റെ ഒപ്പം, ഞാൻ സ്കൂൾക്ക് പോണില്ലാന്ന്. ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോണില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഓനെ പറഞ്ഞയക്കൂട്ടോ. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇന്നാ വന്നോന്ന് പറഞ്ഞു. നേരെ ഉമ്മാൻ്റെ ഒപ്പം വെച്ച് പിടിച്ചു കൊണ്ടോ ഹോസ്പിറ്റലിലേക്ക്. ഞാൻ കഴിക്കുന്നതാണ്.
അനു വന്നിട്ട് പറയാൻ പറ്റാത്തൊരു ഡയലോഗ് പറഞ്ഞിട്ടോ, നമുക്ക് ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ളത്. ഓനക്കറിയില്ലല്ലോ, ഓന് ഇവിടെ നിന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുക, ഇങ്ങനെ മുട്ടായിയൊക്കെ വാങ്ങാന്നുള്ള വൈബിൽ പറഞ്ഞതാണ്. അമ്മ വേഗം ചീത്ത പറഞ്ഞു. ബേക്കർക്ക് അവിടെ നിന്ന് എന്താ ജി പറയണുണ്ട് റബ്ബേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ഞത്ത് പിടിച്ചിട്ടോ. കാരണം ഇനി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം രോഗം ഇനിയും കൂടണമെന്നല്ലേ. പക്ഷെ കുട്ടിക്ക് ഇപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. സത്യം പറഞ്ഞ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ നിന്നിട്ടുള്ളൂ വെച്ചെങ്കിലും അവിടെ ഉള്ളവരൊക്കെ ഏകദേശം ഫാമിലി പോലെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒപ്പം ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് പോവുക, എന്തെങ്കിലും വാങ്ങാനൊക്കെ ഒന്നിച്ച് പോവും. പിന്നെ നമ്മൾ അടുത്തടുത്ത് ഇരിക്കല്ലേ, ഫുള്ള് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനവും പറച്ചിലും എല്ലാം ആയിട്ട് ഫുള്ള് സെറ്റായിരുന്നു. അപ്പോൾ പോരുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടാവും. ഓല് പോയിട്ടില്ല, ഓൾക്ക് എന്താവും, ഓലത് കുറവാവോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ബദൂരിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് കറങ്ങാൻ പോരാനാണ് കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങിയത് കുഞ്ഞാനുവിനെ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ബീഫ് ഫ്രൈ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി കേട്ടോ. മാളിക്കൊന്നും അമ്മ ഫുഡൊക്കെ കൊടുന്നിക്കണു, പക്ഷെ എനിക്ക് ബീഫ് ഇല്ലാതെ ചോറ് ഇറങ്ങൂലായിരുന്നു. അങ്ങനെ ഞാൻ പോയി ബീഫ് വാങ്ങിക്കൊടുന്നു. മുട്ട പൊരിച്ചതും പിന്നെ ചോറും നല്ല ചീര മുരിങ്ങ തേങ്ങരച്ച് വെച്ച കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബീഫ് തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി ബീഫൊക്കെ വാങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എടാ എങ്ങനെയുണ്ടോ ചോദിച്ചതിനൊന്നും ഒരു മറുപടി ഇല്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങണതിൻ്റെ സങ്കടമാണെന്നാണ് തോന്നണേ. അപ്പോൾ എന്തായാലും ഓൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെയാണ് ഞാൻ അനുമോനക്ക് ഫുഡ് കൊടുത്തത്. അനുമോന് പിന്നെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് പോണതൊന്നും അങ്ങനെ അറിയില്ല. 9 വയസ്സായ ചെറുക്കനെ, പക്ഷെ എപ്പോഴും വാരി കൊടുത്താലേ ഇറങ്ങുള്ളൂ കേട്ടോ. വാരി കൊടുക്കണം എന്നുള്ള നിർബന്ധക്കാരം. ഞാൻ ചില സമയത്ത് വാശി പിടിച്ചിട്ട് വാരി കൊടുക്കൂല. ഓൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ ഓൻ്റെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അന്നത്തെ ദിവസം തീരൂല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് വേണം മദർ കെയറിലും കൂടി ഓനെ ഒന്ന് കാണിച്ചാനെന്ന് എഴുതിയിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണല്ലോ ഓനെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു കുറവ് അവിടെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും നല്ല രീതിക്കാണ് നമുക്ക് അവിടെ ഓരോന്നും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റൽ മാറ്റാൻ തോന്നാത്തതേ അതുകൊണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റൽ മാറ്റാൻ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ വേണ്ടേ, ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, നിങ്ങൾ കഴിക്കണ പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റിൽ കാട്ടാം, എന്തിനാ ഗവൺമെന്റിൽ കിടക്കണേ എന്നുള്ളത്. ആ കമന്റ് ഇട്ട ആൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാത്ത ഒരാളാണെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പരമാവധി ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുന്ന ഫുഡാണ് വാങ്ങാൻ നോക്കിയിരുന്നത്. പിന്നെ അത് കഴിക്കാത്തോലുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുക തന്നെ ചെയ്യണ്ടേ. പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാലല്ലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സാധാ ചോറിനും ബിരിയാണിക്കൊക്കെ ഏകദേശം ഒരു റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ അത് തമ്മിൽ വലിയൊരു മാറ്റമൊന്നും വരില്ല. നമ്മൾ 10 ദിവസം 10,000 രൂപക്ക് കഴിച്ചാലും ആ പൈസ കൂട്ടി വെച്ചാലും നമുക്ക് പ്രൈവറ്റിൽ കിടക്കലും നടക്കൂല. കുഞ്ഞാനുവിനെ ഒരാഴ്ചയുടെ മുകളിലാണ് ICUവിൽ തന്നെ ഇട്ടിട്ടുള്ളത്. പ്രൈവറ്റിലാണെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും 2 ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവാകും. അത് അറിയണവർക്ക് അറിയാൻ പറ്റും. അത്രയും നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളും ടാബ്ലറ്റും മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കണു. അത് പ്രൈവറ്റിൽ പോയി കടന്നവർക്ക് മനസ്സിലാവും. ആ സ്ഥാനത്ത് നമുക്ക് വലിയ പൈസയൊന്നും വരാതെ നല്ല രീതിക്ക് നോട്ടൊക്കെ കിട്ടണ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കണേന് എന്താടോ കുഴപ്പം. ബാക്കി അവിടെ കാണിക്കണോലൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. ഫുഡ് നല്ല രീതിക്ക് കഴിക്കാതെ അവിടെ നിൽക്കണോലും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ ഓൽക്കും വേണ്ടേ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പ്രൈവറ്റിൽ പോകാൻ പൈസ ഇല്ലാത്തോല് അവിടെ നിൽക്കണില്ലേ. പിന്നെ ഓനവിടെ കടത്തിയിട്ട് എനിക്ക് ഒരു മെച്ചമില്ലെങ്കിലല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ മാറ്റുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുള്ളൂ. അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഓരോ മാറ്റങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഡിസ്ചാർജ് ആവുമായതുകൊണ്ട് തന്നെ കുറച്ച് പേപ്പറിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോകുന്നതുണ്ടോ. ആ ടൈമിൽ വീണ്ടും സ്നാക്സും ചായയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള ബാക്കി ഐറ്റംസുകളൊക്കെ പാക്ക് ചെയ്യുന്ന പണിയുന്നുണ്ടോ. ഡിസ്ചാർജ് ആവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഷൈനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഏകദേശം എത്ര ടൈമിൽ പോകുന്നോളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ അവിടെ ബാക്കി വന്ന ചായ വെള്ളം അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കുടിച്ച് തീർക്കുക. പിന്നെ പാക്ക് ചെയ്യുകയൊക്കെയാണ് കേട്ടോ. പിന്നെ അതാ സൂചിയുടെ ആ ഒരു സംഭവമല്ലേ, അത് ഒട്ടിച്ചത് പറിച്ചെടുത്തതിൻ്റെ ആ ഒരു വിഷമവും സങ്കടമാണ് അവിടെ കാണുന്നത്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര പ്രശ്നവും പേടിയാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ തീർന്നിക്കണു ആ പേടിയും പ്രശ്നമൊക്കെ. പിന്നെ അതാ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഇതിലാണ് തൊട്ട് വെച്ചിരുന്നത്. ഫ്ലാസ്കുകളൊക്കെ ഒരുപാട് ഫ്ലാസ്കുകളുണ്ട്. ഓരോരുത്തർ വരുമ്പോഴും ഓരോന്ന് കൊഞ്ചല്ലേ. പൊക്കമൊക്കെ ഓരോന്നായിട്ട് അടുക്കി പെറുക്കി ഓരോ ഭാഗത്തായിട്ട് വെക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച ഓറഞ്ച് ബാസ്ക്കറ്റ് അനുമോനെ പ്രസവത്തിന് പോയ ടൈമിൽ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. 9 വർഷം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും അത് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂടുള്ള ചുക്കുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അപ്പുറത്തെ താത്താക്ക് കൊടുത്തു. കാരണം നമ്മൾ വെറുതെ പെരുകി കൊണ്ടുപോകണം. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത ബെഡിൽ ഇവനാണ് കേട്ടോ. അവനെ ചെറുതായിട്ടൊന്ന് പാമ്പ് സ്ക്രാച്ച് ചെയ്തതാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ആളിപ്പോൾ ഡിസ്ചാർജ് ആയി പോയി എന്നൊക്കെ അറിഞ്ഞു. ഓൻ്റെ അമ്മനായിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോരാനായപ്പോഴത്തേക്കും നല്ല കമ്പനി ആയിട്ടോ. ഭയങ്കര സ്നേഹമുള്ള ഒരു ചേച്ചിയായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പറയാൻ പ്രത്യേകിച്ച് നമുക്ക് പേരുകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷെ നമ്മളൊരു ഫാമിലി പോലെ കുറേ ദിവസം ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ. ഞങ്ങൾ പോരുന്ന ടൈമിൽ ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പോലെ ഡിസ്ചാർജ് ആയവർക്ക് പോകാൻ പറ്റണേ എന്നുള്ളതുണ്ടോ. കാരണം ഓരോരുത്തരുടെ അവസ്ഥയും കാണുമ്പോൾ ഭയങ്കര പാവവും സങ്കടവും. എന്നാൽ ഞങ്ങൾ കളിയും ചെറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഫുള്ള് സാഡായിട്ടൊന്നും അല്ല ഇരിക്കണത്. അപ്പോൾ നിഷായെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചോണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി കയറി. പൂർണ്ണ വഴി നല്ല നല്ല ചുരിദാറുകളുണ്ട് കേട്ടോ. ഈ വൈറ്റും പീച്ചും എനിക്ക് നല്ലോണം ഇഷ്ടമായി. അവിടെ ഒന്നും ചുരിദാർ ഇല്ല എന്ന് പറയണൊക്കെ. പക്ഷെ നല്ല നല്ല കളക്ഷൻസ് ഞാൻ അവിടെ നിന്ന ടൈമിലൊക്കെ കണ്ടു.
പോരുന്ന വഴിയിൽ ഇറങ്ങി വീണ്ടും ഞങ്ങൾ ഓരോ ചായ ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിനെന്തോ പറഞ്ഞു, എന്തോ കിണ്ണത്തപ്പോ എന്തോ പറഞ്ഞു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ കുഞ്ഞാനോ പിന്നെ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കട്ട്ലൈറ്റ്, കുഞ്ഞാനോ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടോ, ഒരു മുട്ട പപ്സിൻ്റെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കട്ട്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഒന്നുകൂടിയും ടേസ്റ്റ്. പിന്നെ വീണ്ടും കുഞ്ഞാനൊരു കട്ട്ലൈറ്റ് പറഞ്ഞു. ഞാൻ പിന്നെ എവിടെ പോയാലും കോഫിയാണല്ലോ പറയാം, കാരണം എനിക്ക് തണുത്ത് കുടിക്കാൻ പറ്റൂല. നിഷാവിൻ്റെ മകനും പിന്നെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വല്ല ഫിസ്സോ വല്ല 7-അപ്പോ പെപ്സിയോ ഇങ്ങനത്തെ ഐറ്റംസ് കുടിച്ച് വയറ് കേടാക്കുന്ന പരിപാടിയാണ് ഓൽക്കട്ടോ. ഓലെ പണി വേഗം കഴിയും. അപ്പോൾ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മാളിക്കുന്നിലെത്തിയ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല. ഓല നേരെ മാളിക്കുന്നിലാക്കി ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. മൂത്തമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് മുത്തമ്മ ഉണ്ടായിരുന്നു. അടുത്ത മുത്തമ്മ വന്നിട്ട് പോയിട്ടുണ്ടായില്ല. ഓൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് അറിഞ്ഞിട്ടേ പോകുള്ളൂ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കോട്ടാപ്പുറത്തൊക്കെ എത്തി. പിറ്റേ ദിവസം നമ്മൾ മദർ കെയറിൽ കാണിച്ചാൽ പോയി. അവിടെയും ഫസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ. നിധി, മോനും ഞാനും ഉമ്മയും കുഞ്ഞാനും നിഷാദും എല്ലാവരും കൂടിയാണ് പോയിക്കണത്. ബിരിയാണി പറഞ്ഞു. ബിരിയാണി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഡോക്ടറെ കാണിക്കണതിൻ്റെ മുന്നേ ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിക്കുന്നത്. കുഞ്ഞാനും ഇമ്മാനും അവിടെ എത്തിയിട്ട് ഞാനും മോനും നിധി നിഷാദും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായത്. ഡോക്ടറെ കാണിച്ച ടൈമിൽ ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, അത് പനി വന്നപ്പോൾ വന്ന സംഭവമാണ്, അത് അങ്ങനെ മാറിപ്പോയിക്കോളും എന്നാണ് കേട്ടോ. അപ്പം നമുക്കൊരു സമാധാനമായി. പക്ഷേ ഈ വരവ് എനിക്ക് സുഖമില്ലാത്ത ടൈമിലാണ് ഇങ്ങോട്ട് വന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബം വെക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത്രക്ക് ബില്ലായിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതാ വീണ്ടും കുഞ്ഞാനും എന്തെങ്കിലും കഴിക്കണം എന്നാണ് കയറിയതാണ്. അപ്പോഴും ഞങ്ങൾ ചായ കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ചിക്കൻ ചില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ 65 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രൈഡ് റൈസ് അടിപൊളിയെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞാനും വാങ്ങി കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ സമാധാനത്തിൽ ഞങ്ങൾ തിരിച്ച് പെരി പോയി. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.